ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് അരളിപ്പൂവിനെ കുറിച്ചാണ്. ഇത് ആക്ച്വലി ഇപ്പോൾ അരളിപ്പൂ കുറച്ച് വിവാദമാവുന്നതുകൊണ്ട് എല്ലാവരും ഇവിടെ വന്നിട്ട് പറയുന്നുണ്ട് ഇത് അരളിപ്പൂവാണ്. ഇത് അരളിപ്പൂവല്ല, ആക്ച്വലി ഇതിൻ്റെ പൂവ് ഏകദേശം അതുപോലെ ഉണ്ടെന്നേ ഉള്ളൂ. ഇതിൻ്റെ ഇലയും അതൊന്നും സാമ്യമുള്ളതല്ല. നമ്മളിനി റിയലായിട്ടുള്ള ശരിക്കിലുള്ള അരളിപ്പൂ നമ്മളിപ്പോൾ പരിചയപ്പെടുത്താൻ പോവുകയാണ്. അപ്പോൾ ഗൈസ്, നമ്മുടെ വീടിൻ്റെ രണ്ട് സൈഡിലായിട്ടും ഗേറ്റിൻ്റെ അവിടെയുള്ള രണ്ട് സൈഡിലായിട്ടും ഈ പൂവുണ്ട്. ഇത് അരളിപ്പൂവല്ല. അപ്പം നമ്മളിനി റിയൽ ആയിട്ടുള്ള പൂ നമ്മൾ പരിചയപ്പെടുത്താൻ പോകണം. സുരേന്ദ്രൻ മാഷിൻ്റെ വീട്ടിലാണ് അതുള്ളത്. അപ്പോൾ ഗൈസ്, എൻ്റെ പിന്നിൽ കാണുന്നതാണ് അരളിപ്പൂവ്. ഇതാണ് ശരിക്കുള്ള അരളിപ്പൂവ്. ഇത് ആ ചേച്ചിൻ്റെ പേര് സൂര്യ എന്നാണ്. അരളിപ്പൂവ് ഇതിൻ്റെ ഇലയ്ക്കും വിഷമുണ്ടെന്നാണ് പറയുന്നത്. ഇത് ഇപ്പം റോഡ് സൈഡിലായിട്ടുള്ള ഒരെണ്ണമാണ്. ഇത് ക്ഷേത്രങ്ങളിൽ തെച്ചിക്കും പിന്നെ തുളസിക്കും ഒപ്പം ഇത് ഇട്ടിട്ട് ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കാറുണ്ട്. ഇത് ഔഷധ ഗുണമുള്ള ഒരു ചെടി തന്നെയാണ്, തുളസി തെച്ചിയും പോലെ തന്നെ. എന്നാൽ ഇതിന് വിപരീത ഫലവും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതാണ് ആ ചേച്ചിക്ക് സംഭവിച്ചത്. ഇത് കൊലയായിട്ടൊക്കെ ഉണ്ടാവും. നിങ്ങൾ വീട്ടിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ പുറത്തൊന്ന് വായിലിടുന്നത് ഇത് വിഷമാണ്. വളരെ ചെറുപ്പം മുതൽ തന്നെ അരളിപ്പൂക്കളുടെ വിഷമുണ്ടെന്ന് ഞങ്ങളുടെ അമ്മ അച്ഛനൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതേപോലെ ഈ ചെടികൾ എന്ന് വെച്ചിട്ട് നമ്മൾ ചെടികൾ പിടിപ്പിക്കാതെയില്ല. കാരണം എല്ലാ പൂന്തോട്ടങ്ങളിലും എല്ലാ വീടുകളുടെ മുറ്റങ്ങളിലൊക്കെ ഈ അരളിപ്പൂക്കൾ ഉണ്ടായിരുന്നു. ഇത് അമ്പലങ്ങളിലെ നിവേദ്യത്തിനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം ഈ പ്രകൃതിയിലുള്ള പല സസ്യങ്ങളിലും വിഷാംശങ്ങളുണ്ട് എന്ന് വെച്ചാൽ അത് പാടെ നമ്മൾ അവഗണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ശ്രദ്ധിക്കണം. നമ്മുടെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കുന്നതിനെ കുട്ടികൾ ഉപയോഗിക്കാതെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ ഇലകൾ, നമ്മുടെ പൂക്കൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അതിലുള്ള വെളുത്ത ഒരു ദ്രാവകമുണ്ട്, അത് ഒടിച്ചെടുക്കുമ്പോൾ അതിനാണ് കൂടുതൽ വിഷമെന്നാണ് പറയുന്നത്. അത് ശരീരത്തിലെത്തിയാൽ ഛർദിയും അതേപോലെ തലകറക്കം, മറ്റ് രോഗങ്ങൾ, പിന്നെ വളരെ ഭീകരമായ അവസ്ഥയിലേക്ക് എത്തുമെന്നൊക്കെ പറഞ്ഞിട്ട് പലരും അരളിപ്പൂവിൻ്റെ കായ കഴിച്ച് ആത്മഹത്യ ചെയ്ത ചരിത്രം ഉണ്ട് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ അരളിപ്പൂക്കൾ നമ്മൾ ഇന്നെല്ലാ നഴ്സറികളിലുമുണ്ട്. മിക്ക വീടിൻ്റെ പൂന്തോട്ടങ്ങളിൽ ഇത് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഏതെല്ലാം ചെടികളാണ് നമ്മുടെ പൂന്തോട്ടത്തിൽ വെച്ച് പിടിപ്പിക്കേണ്ടത്. അതേപോലെ അത് കുട്ടികളുമായിട്ട് ബന്ധമില്ലാത്ത സ്ഥലത്ത് തന്നെ അത് നമുക്ക് വെച്ച് പിടിപ്പിക്കാനുള്ള ശ്രദ്ധ വേണം. അതേപോലെ ഇത്തരം പൂക്കൾ നിവേദ്യത്തിന് എടുക്കണോ വേണ്ടയോ എന്നുള്ള തീരുമാനമുണ്ടാകണം.